Good morning. Good morning, ma'am. Good morning, ma'am. Good morning. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? കിട്ടുന്നുണ്ടോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? വായിച്ചു നോക്കിയോ? കിട്ടുന്നില്ലേ? ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാനായിട്ട്? റിപ്ലൈ ഒന്നുമില്ല എല്ലാവർക്കും. കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കേട്ടോ. കുറച്ച് ടേംസ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് നോക്കാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പ്രിൻസിപ്പിൾസ് വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് പേഴ്സണൽ പോളിസി. പേഴ്സണൽ പോളിസീസ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പേഴ്സണൽ പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? പേഴ്സണൽ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സ്ഥാപനത്തിൽ നടത്തേണ്ട നയങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പേഴ്സണൽ പോളിസിക്ക് ചില സവിശേഷതകൾ കൂടി ഉണ്ട്. അതാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ. ഇറ്റ് ഷുഡ് ബി ക്ലിയർ, positive and early understood by each and every employee of the organization. അതായത് ഈ ഒരു പേഴ്സണൽ പോളിസി എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ പോസിറ്റീവ് ആയിരിക്കണം. ആ ഒരു സ്ഥാപനത്തിലുള്ള എല്ലാ എംപ്ലോയീസിനും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം പേഴ്സണൽ പോളിസി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ്? ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ പോളിസി എന്ത് ചെയ്തിരിക്കേണ്ടത്? ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടൺ ഫോം. ഇതൊരു റിട്ടൺ ഫോം ആയിരിക്കണം, എഴുതപ്പെട്ടിട്ടുള്ള ഒരു രേഖയായിരിക്കണം. അതായത് നമ്മൾ വാഗോണ്ട് പറയുന്നത് മാത്രമല്ല അല്ലെ, അതായത് വാമൊഴിയായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, സ്പീച്ച് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ, അതിനൊരു സാധ്യതയില്ല. പക്ഷെ നമ്മൾ അത് റിട്ടേൺ, എന്ത് കാര്യമാണെങ്കിലും നമ്മളത് റിട്ടേൺ ആയിട്ട് രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ അതിനെന്തുണ്ട്? ഒരു വാല്യൂ അതിന് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് റിട്ടേൺ ഫോമിലായിരിക്കണം. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ഓൾസോ. അതായത് മദർ ടങ് കൂടി ഉപയോഗിക്കണം, ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം ഈ ഒരു പേഴ്സണൽ പോളിസി ഉണ്ടായിരിക്കേണ്ടത്. അതായത് ആളുകൾക്ക് നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം ഇംഗ്ലീഷ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എത്ര പേർക്ക് വായിച്ചെടുക്കാൻ പറ്റും, അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൽ എത്ര പേർക്ക് അതിനെ കുറിച്ച് അറിയാമെന്ന് നമുക്ക് ശരിയായിട്ടുള്ള ധാരണ ഉണ്ടാവണമെന്നില്ല. കുറച്ചു പേർക്ക് അത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും കൂടി വേണ്ടിയിട്ട് അവരുടെ മദർ ടങ്ങിൽ എന്ത് ചെയ്യണം? ഈ പേഴ്സണൽ പോളിസി എഴുതി വെക്കേണ്ടതാണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ജനറലി നോൺ ടു ഓൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്. ഒരു സ്ഥാപനത്തിൽ താല്പര്യമുള്ള വ്യക്തികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഈ ഒരു പോളിസിയെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു പോളിസി എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. സ്ഥാപനത്തിൽ ഒരു 100 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും ഇതിനെ കുറിച്ച് അറിയാനായിട്ട്. അവർ മാത്രമല്ല, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. Then it should be written in order to preserve it against loss. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് നഷ്ടം വരാത്ത രീതിയിലായിരിക്കണം ഇത് മെയ്ഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് എഴുതപ്പെടേണ്ടത് എങ്ങനെയാണ്? ആ സ്ഥാപനത്തിന്റെ എംപ്ലോയീസിന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് നഷ്ടം വരാത്ത രീതിയിൽ വേണം ഇത് എഴുതി പിടിപ്പിക്കാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അടുത്തത്, ഇറ്റ് മസ്റ്റ് ബി റീസണബിളി സ്റ്റേബിൾ ബട്ട് നോട്ട് റിജിഡ്. അതായത് ഇത് സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ല, സ്റ്റേബിൾ ആയിരിക്കണം പക്ഷെ റിജിഡ് ആകരുത്. അതായത് ഇതിനൊരു സ്ഥിരത ഉണ്ടായിരിക്കണം, പക്ഷെ ഇത് കർക്കശമാകരുത് എന്നാണ് പറയുന്നത്. റിജിഡ് എന്ന് പറഞ്ഞതാണ് ഉദ്ദേശിക്കുന്നത്. ജോലിക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒരിക്കലും പേഴ്സണൽ പോളിസി നമ്മൾ എഴുതി വെക്കാനായിട്ട് പാടില്ല. അവർക്കും കൂടി സ്റ്റേബിൾ ആകുന്ന രീതിയിലായിരിക്കണം, പക്ഷെ റിജിഡ് ആകരുത്. ഓക്കെ,
Then it should be the result of the careful analysis of all the available facts. അതുപോലെ തന്നെ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുള്ള പോളിസി ആയിരിക്കണം. അതായത് ഈ ഒരു പോളിസി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പോളിസി ആയിരിക്കണം പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി യൂണിഫോം ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ഈ പോളിസി, പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് സ്ഥാപനത്തിലെ എല്ലാവർക്കും ഒരേപോലെയാണ് ബാധകം, സെപ്പറേറ്റ് ആയിട്ടില്ല. അതായത് കുറെ ആളുകൾ വർക്ക് ചെയ്യുന്നതാണ് ഒരു ഓർഗനൈസേഷനില്, ഇപ്പൊ ഇന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഇന്നത് സെപ്പറേഷൻ ഇല്ല, എല്ലാവർക്കും തുല്യമായിട്ടാണ്, ആർക്കും പ്രയോറിറ്റി ഒന്നും കൊടുക്കുന്നില്ല, എല്ലാവർക്കും തുല്യമായതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. Then it must provide a two-way communication system between the management and the employees. അതുപോലെ തന്നെ ഈ പേഴ്സണൽ പോളിസിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതൊരു two-way communication ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോഴാണ് മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയൺമെന്റിന് വേണ്ടിയിട്ട് ഇതൊരു two-way communication ആയിട്ട് ഈ പേഴ്സണൽ പോളിസി പ്രവർത്തിക്കുന്നു. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം, ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇത് ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഇതൊരു റിട്ടൺ ഫോമിലായിരിക്കണം. ദെൻ മൂന്നാമത്തത്, ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കണം ഈ പേഴ്സണൽ പോളിസി എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം ഈ പേഴ്സണൽ പോളിസിനെ കുറിച്ചിട്ട്. പിന്നെ നഷ്ടം വരാത്ത രീതിയിലായിരിക്കണം ഇത് എഴുതി പിടിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് സ്റ്റേബിൾ ആയിരിക്കണം, എന്നാൽ റിജിഡ് ആകരുത്. ദെൻ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ്, സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് ഈ പേഴ്സണൽ പോളിസി തയ്യാറാക്കേണ്ടത്. ദെൻ ഇതൊരു എല്ലാവർക്കും ഏകീകൃതമായിട്ട് ഒരു യൂണിഫോം നേച്ചർ ആണ് ഇതിന് ഉള്ളത്, അങ്ങനൊരു സംവിധാനമാണ് ഇതിന് ഉള്ളത്. അതുപോലെ തന്നെ ഇത് two-way കമ്മ്യൂണിക്കേഷൻ ആണ്, മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള two-way കമ്മ്യൂണിക്കേഷൻ ആണ് ഈ പേഴ്സണൽ പോളിസി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. അടുത്തത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ഹൗ ആക്ടിവിറ്റീസ് ലൈക്ക് ടാസ്ക് അലോക്കേഷൻ, coordination and the supervision are directed toward the achievement of organizational aims. അതായത് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കേണ്ട ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടാസ്ക് അലോക്കേഷൻ പോലുള്ള അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള കാര്യങ്ങൾ, ടാസ്ക് അലോക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്. ടാസ്ക് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് ആളുകൾക്ക് ഓരോ ജോലിയും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, ആ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിൽ സൂപ്പർവിഷൻ എങ്ങനെയാണ്, കോർഡിനേഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഒരു സ്ഥാപനമാകുമ്പോൾ അവർക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എയിം ഉണ്ടാകും. ആ എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുക്കും, അവരുടേതായ ടാസ്കുകൾ അല്ലെങ്കിൽ ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ HR നേതൃത്വത്തിൽ അതിനൊരു സൂപ്പർവിഷനും അതുപോലെ തന്നെ ഒരു കോർഡിനേഷനും ഉണ്ടാകും. ഈ ഒരു സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി കൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒന്ന് ഞാൻ പറയാം. എന്താണ് കൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ടാസ്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? ആ ഒരു സ്ഥാപനത്തിന്റെ എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. HR നേതൃത്വത്തിലാണ് ഇങ്ങനെയുള്ള കോർഡിനേഷനും അതുപോലെ തന്നെ സൂപ്പർവിഷനും നടക്കുന്നത്. ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, ഇനി അതിനകത്ത് വരുന്നത് ഫസ്റ്റ് വൺ, കൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഫസ്റ്റ് വൺ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ഈ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാല് നമുക്കൊരു സ്പെസിഫിക് ഗോൾസ് ഉണ്ടാവും. ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾസ് ഉണ്ടാകും.
ആ സ്പെസിഫിക് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഇൻഡിവിജ്വൽസിന് ടാസ്ക് അസൈൻ ചെയ്തു കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി എന്താ പറയാ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരികയാണ്. ടാസ്ക് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ എയിംസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ആളുകൾക്കും പല ടാസ്കുകളും അസ്യൂം ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ അസൈൻ ചെയ്തു കൊടുക്കുന്നു. ഇത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ജോലിക്കാരുടെ സ്കിൽസ്, എംപ്ലോയീസിന്റെ സ്കിൽസ്, അവരുടെ അവൈലബിലിറ്റി, അവരുടെ പ്രയോറിറ്റീസ് അനുസരിച്ചിട്ടാണ്, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആളുകൾക്ക് എന്ത് കൊടുക്കുന്നത്? ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അതായത് കുറച്ചു പേര് ജോലിക്ക് ചെന്ന് കഴിഞ്ഞാല് എന്താണ്, ഓരോരുത്തർക്കും എന്ത് ചെയ്യും? അവരുടേതായിട്ടുള്ള ജോലി ആര് കൊടുക്കുന്നതാണ്? HR കൊടുക്കുന്നതാണ് അല്ലെ? അസ്യൂം ചെയ്ത് കൊടുക്കും. ഇങ്ങനെ അസ്യൂം ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ സ്കിൽ അതിനകത്ത് പരിഗണിക്കും. ഒരാൾക്ക് നല്ല രീതിയിൽ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ അയാളെ ആ ഒരു മേഖലയിലേക്ക് അപ്പോയിന്റ് ചെയ്യും അല്ലെ? അതുപോലെ തന്നെ അവരുടെ അവൈലബിലിറ്റി, എത്ര പേര് ഈ ജോലിക്ക് ലഭ്യമായിട്ടുണ്ട്, പ്രയോറിറ്റീസ്, എന്താണ് ഇതിന് മുൻഗണന കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് എന്ത് കൊടുക്കുക? വ്യക്തികളുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഏത് ജോലി ചെയ്യാനാണോ താല്പര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് എന്ത് കൊടുക്കുക? നമ്മള് ജോലി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് ആ ഒരു ഫസ്റ്റ് പോയിന്റ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? നോട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങള്? ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് മനസ്സിലായോ? നോട്ട് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ PDF കൊടുത്തിരിക്കുന്നത് ചിലപ്പോ ഒന്നും മനസ്സിലാവണം എന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക സൈഡിൽ, എന്നാലേ മനസ്സിലാവുള്ളൂ. അടുത്തത് delegation of authority ആണ്. It is the delivery by one individual to another the right to act, to take decisions, to requisition resources, to give direction to others, to act and to execute other tasks in order to fulfill job responsibility. ഇവിടെ എന്താ പറയുന്നത്? delegation of authority എന്ന് പറഞ്ഞാല് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് റെസ്പോൺസിബിലിറ്റിയും ഡിസിഷൻ മേക്കിങ്ങും ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ് ഈസ് delegation of authority. ഒരാളിൽ നിന്ന് എങ്ങനെയാണ്? ചിലപ്പോൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളുണ്ടാകാം അല്ലെ? ഓർഗനൈസേഷനിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളുണ്ടാകാം. അയാളുടെ കയ്യിൽ നിന്ന് സബോർഡിനേറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? റെസ്പോൺസിബിലിറ്റീസോ ഡിസിഷൻ മേക്കിങ്ങോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് delegation of authority എന്ന് പറയുന്നത്. കേട്ടോ, അവിടെ പറയുന്നുണ്ട് by one individual to another. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? right to act, take decisions, requisition resources, to give direction to others and act, execute other tasks in order to fulfill job responsibilities. അപ്പോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് റെസ്പോൺസിബിലിറ്റിയും ഡിസിഷൻ മേക്കിങ്ങും ട്രാൻസ്ഫർ ചെയ്യുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയാമെങ്കിൽ മാനേജർ സബോർഡിനേറ്റിലേക്ക് ഫുൾഫിൽ ചെയ്യുന്നതിന്, അതായത് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എയിം ഫുൾഫിൽ ചെയ്യുന്നതിനായിട്ട് കുറെ കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും. ചിലപ്പോ അയാൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു ജോലിയാകാം, സുപ്പീരിയർക്ക് പറഞ്ഞിട്ടുള്ള ഒരു ജോലിയാകാം. അയാൾ എന്ത് ചെയ്യുന്നു? ഈസിയിലേക്ക് വേണ്ടിയിട്ട് സബോർഡിനേറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ജീവനക്കാരിലേക്ക് ആ റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് delegation of authority. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? അടുത്തത് പറയാമോ? പറഞ്ഞോട്ടെ. നെക്സ്റ്റ്, പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് സുപ്പീരിയേഴ്സിന് എത്ര എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? ഹൗ മെനി പീപ്പിൾ അണ്ടർ എ സുപ്പീരിയർ? ഒരു സുപ്പീരിയറിന്റെ കീഴില് എത്ര പേരാണ്, എത്ര എംപ്ലോയീസ് ആണ് ജോലി എടുക്കുന്നത്? അതിനെയാണ് ഇവിടെ പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഹൗ മെനി പീപ്പിൾ അണ്ടർ എ സുപ്പീരിയർ? എത്ര പേര്, എത്ര ജോലിക്കാർ ഒരു സുപ്പീരിയറിന് കീഴിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സുപ്പീരിയറിനെ എത്ര എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? ദാറ്റ് ഈസ് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. ഓക്കെ, then next point, നാലാമത്തെ പോയിന്റ് പറയുന്നുണ്ട് the degree of specialization. Under specialization, limited duties are performed regularly and repetitively. From the personal point of view, specialization makes the learnings of job routine easier and turns the worker into an expert in his job. അതായത് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് റോൾസ് എന്ത് ചെയ്യാണ്?
അതായത് എംപ്ലോയീസിന് നമ്മൾ ജോലി കൊടുക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് അല്ലെങ്കിൽ സ്മോൾ കമ്പോണന്റുകളായിട്ട് വളരെ ചെറിയ രീതിയിൽ സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ മല അല്ലെങ്കിൽ ഒരു വലിയ പാറ നമ്മള് ഒരു എംപ്ലോയിന് എന്താ പറയാ കട്ട് ചെയ്യാൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കും. ഒരു വലിയ പാറ ഡിവൈഡ് ചെയ്യാനായിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അതൊന്ന് പല കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ കൊടുത്തു എന്ന് വിചാരിക്കാം. ആ എംപ്ലോയിന് അത് കട്ട് ചെയ്യാനും അത് ഡിവൈഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വലിയൊരു പാറ കഷ്ണം കൊടുത്തിരിക്കുന്നത് അല്ലെ. അതിന് പകരം ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളായിട്ട് കൊടുത്ത് ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ അയാൾക്ക് അത് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ എംപ്ലോയീസിന് നമ്മൾ ജോലി കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് സ്മോൾ കമ്പോണന്റുകളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അത് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല ഓരോ എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള സ്കിൽസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ എക്സ്പെർട്ടുകളാണ്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾക്ക് ആ എംപ്ലോയീസിന്റെ ടാലന്റ് നോക്കി അവരുടെ സ്കില്ല് നോക്കി നമ്മൾ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുത്താല് ആ ആളുകള് ആ എംപ്ലോയീസ് ആ മേഖലയില് അതായത് അതും അവരെ എക്സ്പെർട്ട് ഏതിലാണോ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ കൂടുതൽ എന്ത് ചെയ്യും? ശോഭിക്കാൻ ഇടയാവും. ഈസി ആയിട്ട് ആ ടാസ്ക് തീരുകയും ചെയ്യും. ഇപ്പൊ രണ്ട് വ്യക്തികൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരാൾക്ക് നന്നായിട്ട് ഇലക്ട്രിക്കൽ വർക്ക് അറിയാമെന്ന് വിചാരിക്കും ഒരു സ്ഥാപനത്തില്. ഒരു വ്യക്തിക്ക് നന്നായിട്ട് പ്ലംബിങ്ങും മറ്റും കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിക്കാം. ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ പ്ലംബിംഗ് വർക്ക് കൊടുത്തു കഴിഞ്ഞാല് ഈസി ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അയാൾക്ക് ആ വർക്ക് തന്നെ ഇലക്ട്രിക്കൽ വർക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ ചുരുക്ക സമയം കൊണ്ട് അത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുക. അപ്പൊ എത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എംപ്ലോയീസിനെ കണ്ടെത്തി അവർക്ക് ടാസ്ക് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷനിൽ വരുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? നിങ്ങൾക്ക് ഇതിൽ ഷോർട്ട് ആയിട്ടുള്ള ഒരു നോട്ട് വേണോ? ഷോർട്ട് നോട്ട് വേണോ? ഇതിനകത്ത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? വേണോ? ഞാനൊന്ന് വായിച്ചു തരാം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ ഇതൊന്ന് എഴുതിയെടുക്കാവുന്നതാണ് കേട്ടോ. ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ refers to extent to which task or roles in an organization. വേണം. ഓക്കെ, എഴുതിയെടുത്തോളൂ. ഷോർട്ട് ആണ് കേട്ടോ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കാൻ. ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് എഴുതിയെടുത്തോളൂ. ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ refers to the extent EAXTEND extent to which task or roles in an organization are divided into smaller specific components. Smaller specific components or activities. കേട്ടോ. പല ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുന്നു? അസ്യൂം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ അവർക്ക് നല്ല രീതിയിൽ ഈസി ആയിട്ട് അവരുടെ ജോലി ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എഴുതിയെടുത്തോ? അടുത്ത പറയാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. അതായത് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കണം. ആശയവിനിമയം ഉണ്ടായിരിക്കണം.
അതിനുള്ള ചാനൽ എന്ന് പറയുന്നതും പ്രോപ്പർ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ജോലിക്കാർക്കിടയിൽ എംപ്ലോയീസിനിടയിൽ പല പല ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനുണ്ടാവും അല്ലെ. അപ്പൊ ചാനലിലൂടെയാണ് എന്ത് ചെയ്യുക? ചാനൽ എന്ന് പറയുന്നത് മീഡിയം ആയിട്ട് വരാം. ചിലപ്പോ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഫോണിലൂടെയോ വാട്സപ്പ് മെസ്സേജിലൂടെയോ ഒക്കെ അത് എന്ത് ചെയ്യുന്നത്, നമ്മള് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എംപ്ലോയീസിന് എന്താണ് മറ്റുള്ളവർ പറഞ്ഞതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ചാനലിൽ ഇല്ലെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആയിട്ട് നടന്നില്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നതാണ്. പല തെറ്റിദ്ധാരണകളും ഇതിലൂടെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അറിയാൻ പറ്റും, തലേ ദിവസം അറിയാൻ പറ്റും പിറ്റേ ദിവസം അവരെവിടെയാണ് ഡ്യൂട്ടിക്ക് ഇടുന്നത്. ചിലപ്പോൾ വാർഡിലായിരിക്കാം, ചിലപ്പോൾ ICUലായിരിക്കാം. അതൊക്കെ തലേ ദിവസം വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ വാട്സപ്പ് എന്ന് പറയുന്നത് ഒരു ചാനലാണ്. കാരണം എന്താ, HR ആളുകളും അതുപോലെ തന്നെ ആ ജോലിക്ക് എംപ്ലോയീസ് തമ്മിൽ പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ ആ ഒരു ചാനലിലൂടെയാണ് അത് നടക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് അവര് വാർഡിലേക്കോ അല്ലെങ്കിൽ ICUലേക്കോ ഡ്യൂട്ടിക്ക് പോവുക. അതുപോലെ തന്നെ ചില പേഷ്യൻസിനെ അവർക്ക് നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടാകും. അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഈ ചാനലിലൂടെയാണ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ എപ്പോഴും എന്ത് വേണം, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡ്യൂട്ടി ഏതാണെന്ന് അറിഞ്ഞത് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന കേട്ടോ. The next one, human resource planning ആണ്. The most valuable asset of an organization is human resource and not the money or physical equipment. Human resource or manpower planning is the process with which a management determines how an organization should move from its current manpower position to its desired manpower position. Through planning, a management strives to have the right number and the right kinds of people at the right place at the right time to do things which result in both the organization and the individual receiving the maximum long-range benefit. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ്. അതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് മണി, ഫിസിക്കൽ എക്യുപ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ അതിലെ നിലവിലെ മനുഷ്യശക്തി അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിന്റെ പൊസിഷനിൽ നിന്ന് അതിന്റെ ആവശ്യമുള്ള മനുഷ്യശക്തി സ്ഥാനത്തേക്ക് എങ്ങനെ മാറണമെന്ന് നിർണ്ണയിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒന്ന് മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായി. അതായത് ഒരു സ്ഥാപനത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിലവില് അവിടെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടാവാം അല്ലെ. പക്ഷേ ഭാവിയിൽ എത്ര പേരെ അവിടെ വേണം, അല്ലെങ്കിൽ നിലവിലെ ഒരു 100 പേര് ജോലിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഭാവിയിൽ അവർക്ക് എന്ത് ചെയ്യാം, 200 പേരെ ആവശ്യമായിട്ട് വരാം. ഒരു 100 പേരെ കൂടി എന്ത് ചെയ്യേണ്ടി വരും, അത് റിക്രൂട്ട് ചെയ്യേണ്ടി വരും. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അഥവാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ നിലവിലെ എത്ര എംപ്ലോയീസ് ഉണ്ടോ ആ സ്ഥാനത്ത് നിന്ന് ഫ്യൂച്ചറിലേക്ക് അവിടെ എത്ര എംപ്ലോയീസിനെ വേണം എന്ന് കണക്ക് കൂട്ടുന്ന ഒരു പ്രോഗ്രാം, ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? അവിടെ ഒരു പ്രത്യേകമായിട്ട് ചരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് കേട്ടോ. Human resource manpower planning is the process with which a management determines how an organization should move from its current manpower position to its desired manpower position. അതായത് ഒരു സ്ഥാപനത്തിന് ചിലപ്പോൾ നിലവിൽ ഇത്ര ജോലിക്കാരുണ്ടാകും, അവരുടെ ഫ്യൂച്ചറിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ജോലിക്കാരെ എടുക്കുന്ന ഒരു പ്രക്രിയയാണത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? കിട്ടുന്നുണ്ടോ?
മനസ്സിലായില്ലേ? മനസ്സിലായില്ലെങ്കിൽ ഇല്ല എന്ന് പറയൂട്ടോ, ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. അതാ ചോദിക്കുന്നേ. ക്ലിയർ ആയി? ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നടത്തുന്നത്? ഒരു ഓർഗനൈസേഷന്റെ എയിംസ് എഫക്റ്റീവായി അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നടത്തുന്നത്. ഇതിലൂടെ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകളെ നിയമിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ ആ ഒരു ഓർഗനൈസേഷന്റെ എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാനിങ് നടത്തുന്നത്. എന്താണ് ഇതിനകത്ത് നടത്തുന്ന പ്രോസസ്സ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ ശരിയായ ആളുകളെ സെലക്ട് ചെയ്ത് ശരിയായ പൊസിഷനിൽ ശരിയായ സമയത്ത് ശരിയായ പ്ലേസിൽ എന്ത് ചെയ്യുന്നു? നിയമിക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫ്യൂച്ചർ നീഡ്സ് നിറവേറ്റാൻ ശരിയായ ഉദ്യോഗസ്ഥർ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നു. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ ഫ്യൂച്ചറിൽ ധാരാളം ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടാകും. അത് ചെയ്യാനുള്ള ആളുകള് ആ സ്ഥാപനത്തിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെയാണ്. ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ സ്ഥാപനത്തിനും അതിന്റെ ജീവനക്കാർക്കും പരമാവധി ബെനിഫിറ്റ്സ് നൽകുന്നു. അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കായാലും ഇനി വരാൻ പോകുന്ന ആളുകൾക്കായാലും എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം ബെനിഫിറ്റ്സ് ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അതിന്റെ ഇതായിട്ട് എന്താണ് അതിന്റെ മെച്ചം എന്ന് ചോദിച്ചാല് ഇതാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഒന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സിൽ വരുന്നത്? ഇറ്റ്സ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. ഇതൊരു മൾട്ടി സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഫസ്റ്റ് വൺ, ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ്. ആദ്യം തന്നെ എന്ത് ചെയ്യാം? ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യാം? ഡിസൈഡ് ചെയ്യാം. ലക്ഷ്യങ്ങൾ തീരുമാനിക്കാന്ന് പറയും. The main purpose is one of the matching or fitting employee abilities to enterprise requirements, emphasizing on future instead of present arrangement. അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് തന്നെ ശരിയായ ആളുകളെ ശരിയായ സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ പ്രോസസ് ആയിട്ട് ആദ്യം വരുന്നത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവനക്കാരുടെ കഴിവുകൾ കണ്ടെത്തിയിട്ട് അവരെ അപ്പോയിന്റ് ചെയ്യുക. അതാണ് എയിം കേട്ടോ. എന്താണ് എയിം? ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എംഫസൈസിങ് ഓൺ ഫ്യൂച്ചർ ഇൻസ്റ്റീഡ് ഓഫ് പ്രസന്റ് അറേഞ്ച്മെന്റ്. നിലവിലെ ആവശ്യങ്ങളെക്കാള് ഭാവി ആവശ്യങ്ങൾക്കാണ് ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതായത് ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ നിലവില് കുറെ ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ സ്റ്റാഫിന്റെ അവൈലബിലിറ്റി കുറവായിരിക്കാം, എക്യുപ്മെന്റുകൾ കുറവായിരിക്കാം. പക്ഷേ ആ ഒരു സമയത്തിനേക്കാളും കൂടുതൽ ഫ്യൂച്ചറിൽ അവർക്ക് എത്ര ആളുകളെയാണോ വേണ്ടത്, എത്ര എക്യുപ്മെന്റുകളാണോ വേണ്ടത്, അതിനാണ് കൂടുതൽ എന്ത് ചെയ്യുക? അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. നിലവിലെ ആവശ്യങ്ങളെക്കാള് കൂടുതൽ ഫ്യൂച്ചർ നീഡ്സിന് എന്ത് ചെയ്യുന്നുണ്ടോ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങില് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ജീവനക്കാരെ കണ്ടെത്തി അവരെ അപ്പോയിന്റ് ചെയ്യുന്നു. നിലവിലെ ആവശ്യങ്ങളെക്കാള് ഫ്യൂച്ചർ നീഡ്സിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. The management must evaluate the structure of the organization at a given point in time. For this evaluation, the number and type of employees required must determine. അതുപോലെ തന്നെ അവിടെയുള്ള അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള സംഘടനാ ഘടനയും മനുഷ്യശക്തിയും കണക്കാക്കുക. അവിടെ എത്ര ആളുകളുണ്ട്, ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്താണ്, അത് കണക്കാക്കുന്നതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമില് സ്ഥാപനത്തിന്റെ ഘടന ഇവാലുവേറ്റ് ചെയ്യുക, സ്ട്രക്ചർ ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഫ്യൂച്ചർ നീഡ്സിലേക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിന്റെ എണ്ണവും അതുപോലെ ഏത് ടൈപ്പ് ആളുകളാണ് അതെന്നും എന്ത് ചെയ്യുന്നു? ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ,
ആദ്യത്തേത് പറഞ്ഞത് എന്താണ്? ഒരു പ്രത്യേക സമയത്ത് സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ ഇവാലുവേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തേത് ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ജീവനക്കാരുടെ എണ്ണം, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ആളുകളാണ് എന്ന് നിർണ്ണയിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇത് വായിച്ചു കഴിഞ്ഞാല്. ആദ്യത്തെ പോയിന്റിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന് മനസ്സിലായല്ലോ? അത് ക്ലിയർ അല്ലേ? ഒരാളുകളെ നമ്മൾ ശരിയായിട്ട് അപ്പോയിന്റ് ചെയ്ത് ശരിയായിട്ടുള്ള സമയത്ത്, അതൊക്കെ ക്ലിയർ അല്ലേ? അത് കുഴപ്പമില്ലല്ലോ, വായിച്ചാൽ ക്ലിയർ ആവില്ലേ? ഓക്കെ. ഇനി അതിനകത്ത് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങില് മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സ് വരുന്നുണ്ട്. അതിനകത്ത് ടു ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ്, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇതിലുള്ളത് തന്നെയാണ്, പക്ഷെ ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഒന്ന് എഴുതിയെടുത്തോളൂ. Decide goals or aims. Aligns employee capabilities. Aligns employees' capabilities with the organizational requirements. With the organizational requirements. Aligns employees' capabilities with the organizational requirements. Organizational requirements. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, focus on future needs. Focus on future needs rather than current demands. Rather than current demands. Focus on future needs rather than current demands. എഴുതിയോ? 2 പോയിന്റ് എഴുതിയോ? ഈസി അല്ലേ? എഴുതി തരുന്നത് ഈസി ആണോ? നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് ആണ് പറയുന്നത് കേട്ടോ. ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇനി താഴെ പറയുന്നത് കേട്ടോ. ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് മാൻ പവർ നീഡ്സ്. ഫസ്റ്റ് പോയിന്റ്, evaluates the organization structure. Evaluates the organization structure at a specific time. Evaluates the organization structure at a specific time. The രണ്ടാമത്തെ പോയിന്റ്, determines the number and type of employees. Determines the number and type of employees. Determine the number and type of employees required for future operations. Required for future operations. Okay. ഇതിന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിനെ അടുത്ത നോക്കിയാൽ നിങ്ങൾ ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ്. Once the future human resources needs are estimated, the next step is to decide the
present supply of manpower resources. This is done through what is called the skills inventory. A skills inventory consists of data about each employee's skills, abilities, work preference, and other items of information indicating his overall value to the company. അതായത് ഹ്യൂമൻ റിസോഴ്സിന്റെ നിലവിലെ വിതരണം വിലയിരുത്തുന്നതാണ് എന്ത് ഈ ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞതാണ് അല്ലെ. അതായത് എല്ലാ കാര്യങ്ങളും, അതായത് ഒരു ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെയാണ്, അവിടെയുള്ള ആളുകൾ എത്രയാണ്, എത്ര പേര് എത്ര ജോലികളാണ് ചെയ്യുന്നത്, ഇങ്ങനെ മൊത്തത്തില് വിലയിരുത്തുന്ന ഒരു രീതിയാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ മൊത്തത്തിലുള്ള വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ആ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നു. ജോലി ആവശ്യകതകളും അപ്പോ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് ഒരാള്, അതായത് ഒരു എംപ്ലോയീസ്, ആ എംപ്ലോയീസിന്റെ സ്കിൽസുകള്, അതുപോലെ തന്നെ അവരുടെ എബിലിറ്റീസ്, അവരുടെ വർക്ക് പ്രിഫറൻസ്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യും. ഓക്കെ, ഇതും കൂടി ഒന്ന് എഴുതിക്കൊള്ളൂ കേട്ടോ. ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സിന്റെ പോയിന്റ് ആയിട്ട് എഴുതിക്കൊള്ളൂ. Evaluate the present supply of, evaluate the present supply of manpower resources. The present supply of manpower resources. Which includes details such as skills, abilities, and preferences of employee to evaluate their overall value to the company. Okay. നമുക്ക് അടുത്തത് നോക്കാം. ജോബ് അനാലിസിസ് ടു പ്ലാൻ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. After take a decision or how many person could be needed, it is necessary to prepare a job analysis recording details of training skills, qualification, abilities, experience and responsibilities, etc., which are needed for a job. Job analysis includes the preparation of job description and the job specifications. എന്താണ് ഇവിടെ പറയുന്നത്? നാലാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു സ്ഥാപനത്തിന് എത്ര ആളുകൾ വേണം, എത്ര ആളുകളെയാണ് അവിടെ വേണ്ടത്, അതുപോലെ തന്നെ എത്തരം കാര്യങ്ങളാണ് അവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസിനെയാണ് നമ്മള് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. എത്ര പേര് വേണമെന്ന് തീരുമാനമെടുത്ത ശേഷം ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കേണ്ടത് ആവശ്യമാണ്. ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, അതിന് വേണ്ട സ്കിൽസുകള്, അതുപോലെ തന്നെ ആളുകൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, എബിലിറ്റീസ്, എക്സ്പീരിയൻസ്, റെസ്പോൺസിബിലിറ്റീസ് എന്നിവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് എന്ത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്ഥാപനത്തില് എത്ര പേരെയാണ് ആവശ്യം വേണ്ടത്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ ട്രെയിനിങ് എങ്ങനെയാണ്, അവരുടെ സ്കിൽസ് എന്താണ്, എബിലിറ്റീസ് എന്താണ്, എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്,
എന്നിവയായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു റെക്കോർഡിനെയാണ് നമ്മൾ ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഈ ഒരു ജോലിയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. ഓക്കെ, അതുപോലെ തന്നെ ജോബ് അനാലിസിസ് ഇൻക്ലൂഡ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഒരു ജോലി എന്താണോ ആ ജോലിന്റെ വിവരണവും ആ ജോലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, ആ ജോലി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജോബ് അനാലിസിസിൽ ഉണ്ടാകും. ഓക്കെ, ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡാണ്. ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിന്റെ ട്രെയിനിങ്, സ്കില്ല്, എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, ഏജ്, എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു റെക്കോർഡ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് is the process of determining and recording all the relevant information about a particular job, including the task involved, the knowledge and skills needed to perform the job, the responsibilities attached to the job, and the abilities required to perform the job successfully. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ജോബ് അനാലിസിസ് എന്താണെന്ന് ഒന്ന് അണ്ടർലൈൻ, നാലാമത്തെ പോയിന്റ് മൊത്തം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതില് ഇതാണ് കുറച്ചും കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ജോബ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്. എന്താണ്? റെക്കോർഡ് ചെയ്യുന്നതാണ് എല്ലാത്തരം ഇൻഫോർമേഷൻ. ഇതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ആണ് ഒരു പർട്ടിക്കുലർ ജോബിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ. എന്തൊക്കെ ടാസ്കുകളാണ് ആ ജോലിയിൽ അടങ്ങിയിട്ടുള്ളത്, അതുപോലെ ആ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലും നോളജും എന്തൊക്കെയാണ്, ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ആ ജോലി സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു തീർക്കാനുള്ള എബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജോബ് അനാലിസിസിൽ ഉണ്ടാകുന്നതാണ്. ഒന്നുകൂടി പറയാം കേട്ടോ. അതായത് ഒരു സ്പെസിഫിക് ജോബ് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻഫോർമേഷൻ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ ടാസ്കുകളാണ് ആ ജോബിൽ വരുന്നത്, എന്തൊക്കെ നോളജും സ്കില്ലും വേണം ആ ജോബ് ചെയ്യാൻ, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നീ കാര്യങ്ങളാണ് ഈ ഒരു ജോബ് അനാലിസിസിൽ വരുന്നത്. ദെൻ ജോബ് റിക്വയർമെന്റ്സ് എന്താണെന്ന് നോക്കാം. ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല് ജോബ് റിക്വയർമെന്റ്സ് ആർ ക്വാളിഫിക്കേഷൻസ് ആൻഡ് സ്കിൽസ് നീഡഡ് ഫോർ എ സർട്ടൈൻ പൊസിഷൻ. ഒരു നിശ്ചിത സ്ഥാനത്തിന് ആവശ്യമായ യോഗ്യതകളും കഴിവുകളുമാണ് ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പൊസിഷൻ, ഒരു ജോലി നമ്മളെ കാത്തിരിക്കുന്നു. ഇപ്പൊ ഒരു ICU സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ജോബ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് ആവശ്യമായിട്ട് നമ്മൾക്ക് ചില ക്വാളിഫിക്കേഷൻസ് വേണം, നമ്മൾക്ക് ചില സ്കിൽസ് വേണം, അല്ലെ? ഏത് ജോലി ചെയ്യുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസും സ്കിൽസും ആവശ്യമാണ്. ഇതിനെയാണ് ജോബ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തു പോവാ കേട്ടോ. വാട്ട് ഈസ് ജോബ് റിക്വയർമെന്റ്സ് എന്ന് ചോദിച്ചാല് our qualification and skills needed for a certain position എന്നാണ് നമ്മൾ പറയുന്നത്. Okay. The next point, job description. A job description of JD is a written account that narrates the general task or other related duties and the responsibilities of a position. അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ജോലി വിവരമാണ്. ഇതിനെ നമുക്ക് JD എന്ന് പൊതുവെ ചുരുക്കി പറയാം കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ JD എന്നാണ് പറയുക. ഇതൊരു റിട്ടേൺ അക്കൗണ്ട് ആണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച പൊതുവായ ജോലികള്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റനുബന്ധ ജോലികള്, അതുപോലെ തന്നെ ആ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു റിട്ടേൺ അക്കൗണ്ട് ആണ്. അതിനകത്ത് ആ ജോലിയുടെ വിവരങ്ങൾ എന്താണെന്ന് ഉണ്ടാകും. ഇപ്പൊ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ജോലിയാണ് അല്ലെ, ആ ഡോക്ടറിന്റെ ഒരു പോസ്റ്റ് ഉണ്ടാകും. അതുമായിട്ട് റിലേറ്റഡ് ചെയ്യുന്ന അദ്ദേഹത്തിന് ചെയ്യാനുള്ള മറ്റു ജോലികൾ ഉണ്ടാകും. അതുപോലെ തന്നെ ആ പൊസിഷന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ് ഒരു റിട്ടേൺ ഫോമിലാക്കി വെക്കുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഇത്ര കാര്യം പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. To develop a human resource plan. അടുത്തത് കേട്ടോ.
This step refers to the development and implementation of the human resource plan, which consists of finding out the source of labor supply in order to make an effective use of these sources. The first thing, therefore, is to decide on the policy. Should the personnel be hired from within the through promotional channels or should be obtained from an outside sources? The best policy followed by most organizations is to fill up higher vacancies by promotion and lower level positions by recruitment from the labor market. Okay. ഇവിടെ പറയുന്നത് ഒരു സ്ഥാപനത്തിന് എംപ്ലോയീസിന് എന്ത് വേണം, ആവശ്യമാണ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു സ്ഥാപനത്തിന് അവിടെ അവരുടെ എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ജോലിക്കാർ വേണം. ആ സ്ഥാപനത്തിന്റെ എയിം സെറ്റ് ചെയ്യുന്നതിനാണ് ഈ ജോലിക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ ജോലിക്കാരുടെ അപ്പോയിന്റ്മെന്റ്, അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമുകള്, അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് മോണിറ്റർ ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യുന്നതുമാണെന്ത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ എന്ന് പറയുന്നത്. പുറത്തുനിന്ന് ആളുകളെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, അകത്ത് ആളുകൾ തികഞ്ഞില്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകളെ എടുത്തിട്ട് എന്ത് ചെയ്യും, അവിടെ അപ്പോയിന്റ് ചെയ്യും. ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. ഓക്കെ, ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. ടു ഇവാലുവേറ്റ് എഴുതിക്കോളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ? ടു ഇവാലുവേറ്റ് training program to evaluate the training program, educational development of the employee. To evaluate the training program, employee development program of the employee. ഓക്കെ, അപ്പോ ഇതിലൂടെ എന്ത് ചെയ്യാണ്, ഒരു സ്ഥാപനത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാവും. അത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾ തികഞ്ഞില്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകളെ എടുത്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ആ എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, എംപ്ലോയീസിനെ അവിടെ സെറ്റ് ചെയ്ത് നിർത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയുമാണ് ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് മാൻ പവർ. ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. മാൻ പവർ പ്ലാൻ കമ്പോണന്റ് ആണ്. The manpower plan can be broken down into 3 components. അതായത് 3 components ആയിട്ടാണ് ഈ manpower പ്ലാനിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫോർകാസ്റ്റിംഗ് ആണ്. Estimating future needs and stock taking of available resources in the organization. നിലവിലുള്ളതും ഭാവിയിലേക്ക് ആവശ്യമുള്ളതുമായ റിസോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ പറഞ്ഞത്. നിലവിലുള്ളതും ഭാവിയിലേക്ക് ആവശ്യമുള്ളതുമായ റിസോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഒരു സ്ഥാപനത്തിൽ 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഇനി ഒരു 100 എംപ്ലോയീസിനെ കൂടെ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു എണ്ണം എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം പോരാ, ആളുകളെ അപ്പോയിന്റ് ചെയ്യുക കൂടി വേണം. ഓക്കെ, അപ്പൊ എത്ര പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇനി എത്ര പേരുടെ അവൈലബിലിറ്റി വേണം എന്ന് ചെക്ക് ചെയ്യുന്നതാണത് ഫോർകാസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. To meet the gap between the internal resources and estimated need by external recruitment. അതായത് പുറത്തു നിന്നുള്ള ആളുകളെ കണ്ടെത്തി ജോലിക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. ഓക്കെ, എന്താണ്, അതായത് ഇവിടെ പറയുന്നുണ്ട് to meet the gap between the internal resources and estimated need by external recruitment. അതായത്
ഒരു ഓർഗനൈസേഷനിൽ നിലവിലുള്ള ആളുകൾ ഉണ്ടല്ലോ, ജോലി ചെയ്യുന്ന ആളുകൾ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? പുറത്ത് നിന്ന് മറ്റുള്ള ഏജൻസി മുഖേനയോ ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ വഴി എന്ത് ചെയ്യും? ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതാണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കും. പല ഏജൻസികൾ മുഖേന അല്ലെങ്കിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി, ജോബ് ഫെയർ വഴി, സോഷ്യൽ മീഡിയ വഴിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ആളുകളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. നെക്സ്റ്റ് പോയിന്റ്, training and development plan to utilize fully the human resources of the organization and to develop the potential resources. Employees നെ maximum utilize ചെയ്തുകൊണ്ട് അവരുടെ എന്താ പറയാ, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ അവർക്ക് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിസോഴ്സ്, ഒരു മനുഷ്യനെ പരമാവധി യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുക, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ് കൊടുക്കുക. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും എടുത്താൽ മതി. ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ് ഇതുവരെ ഉള്ളത്. അത് കഴിഞ്ഞ് ഈസിയാണ്, കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് പിന്നീടുള്ള കാര്യങ്ങളുള്ളത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇത്? ബുദ്ധിമുട്ടുണ്ടോ? നല്ലോണം ബുദ്ധിമുട്ടുണ്ടോ? ഓഡിസിനേക്കാളും ബുദ്ധിമുട്ടുണ്ടോ? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ, ചോദിക്കുന്നതിന് മറുപടി പറ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഡൗട്ട് ഒന്നും ഇല്ലേ? എന്താണ് ഒരു കാര്യം, എല്ലാം മനസ്സിലായോ? എന്താണെന്ന് തുറന്നു പറയട്ടോ. ഇന്നത്തെ നമ്മള് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്, പേഴ്സണൽ പോളിസി ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് പോയിന്റ് ചെയ്ത് വെക്കുക. പേഴ്സണൽ പോളിസി ആദ്യത്തെ മൊഡ്യൂളിനെ അപേക്ഷിച്ച് എല്ലാരും കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? എല്ലാ ചാപ്റ്റേഴ്സും ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. എന്ത് ചെയ്യാനാണ്, നമുക്കിത് പഠിച്ചല്ലേ പറ്റുള്ളൂ, വേറൊരു നിർവാഹവും ഇല്ല. ഇത് പഠിച്ച് നമ്മൾ പരീക്ഷ എഴുതേണ്ടതാണ് അല്ലെ? അപ്പൊ അത് വിചാരിച്ച് എന്ത് ചെയ്യാം, കുറച്ച് മനസ്സിലാവാത്ത കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കുക. അല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണോ അതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ അത് പേഴ്സണൽ പോളിസി, എന്തൊക്കെയാണ് പേഴ്സണൽ പോളിസിയിൽ വരുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിന് മീനിങ് ആയിട്ട് വരിക. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്താണെന്ന് പറഞ്ഞു അല്ലെ? അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അത് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഡ്യൂട്ടീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കീഴിൽ എത്ര പേര് ജോലി എടുക്കുന്നുണ്ട്, അതിനെയാണ് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പലതരത്തിലുള്ള സ്കിൽസും അതുപോലെ തന്നെ എക്സ്പെർട്ടും ഉണ്ടാകും അല്ലെ, എക്സ്പെർട്ടൈസും ഉണ്ടാകും. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ടാസ്കുകൾ കൊടുത്താൽ കുറച്ചും കൂടി ഈസി അവർക്ക് ജോലി ചെയ്യാനായിട്ട്. കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാകും, കുറെ അധികം മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അതിലൂടെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആളുകളെ എന്താണ് റിക്രൂട്ട് ചെയ്യുന്നതാണ്. അതായത് പുറത്തുനിന്ന് ആളുകളെ എടുത്തിട്ട് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ റിക്രൂട്ട് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്, ഡിസൈഡ് ഗോൾസ് ഓർ എയിംസ്, അതിന്റെ ഷോർട്ട് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റിന് ഷോർട്ട് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 4 കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ജോലി, ആ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്, അതിന്റെ എക്സ്പീരിയൻസ് എന്താണ്, എലിജിബിലിറ്റീസ് എന്താണ്, എബിലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെ പറയുന്നതാണ് കേട്ടോ. ഓക്കെ,
പിന്നെ ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ എന്ന് പറഞ്ഞാല് എന്താ പറയാ, അതായത് ആളുകളെ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ജോലി ചെയ്യാൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരു നിർദ്ദിഷ്ട എയിമും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടാവും അല്ലെ. ഓരോ ആളുകളെയും വേക്കൻസി അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓർഗനൈസേഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിൽ വരുന്നത്. ദെൻ മാൻ പവർ പ്ലാൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആണ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിലവിലുള്ളതും ഭാവിയിലേക്ക് ആവശ്യമുള്ളതുമായ റിസോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ പോയിന്റ് റിക്രൂട്ട്മെന്റ് പ്ലാൻ ആണ്. അതായത് മറ്റ് ഏജൻസികളിൽ നിന്നോ ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ വഴി എന്ത് ചെയ്യുക, ആളുകളെ എടുക്കുക എന്നുള്ളതാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ആളുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ദെൻ അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകളും ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. അതിനകത്ത് ജോബ് അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജോബ് അനാലിസിസ് അതുപോലെ തന്നെ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈകിട്ട് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Thank you, ma'am.